നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളിൽ കരുണ ചൊരിയും. സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും ചെറുഭാവങ്ങൾ പോലും ജീവനായി കരുതുന്ന മനുഷ്യജന്മങ്ങളുണ്ട് നമുക്കിടയിൽ. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തവർ, അനാഥർ, ആലംബഹീനർ, ശാരീരിക മാനസിക വൈകല്യങ്ങൾ ബാധിച്ചവർ, പ്രകൃതി ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടവർ, നിസ്സഹായമായ ഈ ജീവിതങ്ങളിലേക്ക് ആശയും പ്രകാശവും കോരിയിടുകയാണ് മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയ. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രം, അനാഥാലയം, അന്ധവിദ്യാലയം, ബദിര വിദ്യാലയം, ശരീഅത്ത് കോളേജ്, തഹ്ഫീലുൽ ഖുർആൻ കോളേജ്, റെസിഡൻഷ്യൽ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളുകൾ, ദഅ്വ കോളേജുകൾ, ബോർഡിംഗ് സ്കൂൾ, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ, സ്കൂൾ ഓഫ് ഖുർആൻ, മോഡൽ അക്കാഡമി, പബ്ലിഷിംഗ് സെന്റർ, സ്കൂൾ ഓഫ് ജേർണലിസം, കമ്പ്യൂട്ടർ സെന്റർ, ലാംഗ്വേജ് റിസോഴ്സ് സെന്റർ, ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് സെന്റർ എന്നീ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ മഅദിൻ കമ്മിറ്റിക്ക് കീഴിലുള്ളത്. ഇവയ്ക്കു പുറമെ വിജ്ഞാന കാരുണ്യ സംരംഭങ്ങളായ കാരുണ്യത്തിന്റെ കൈനീട്ടം, വിജയരേഖ, റൈറ്റേഴ്സ് ഫോറം, മോറൽ സ്റ്റഡി സെന്റർ തുടങ്ങിയവയും സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. മഅദിൻ മുന്നോട്ട് വയ്ക്കുന്ന കാരുണ്യ ദർശനത്തിന്റെ പ്രതീകങ്ങളായി നിലകൊള്ളുന്ന സ്ഥാപന സംരംഭങ്ങളുടെ ദൃശ്യാനുഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും കരുതലും ക്ഷണിക്കുകയാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. കരുണയുള്ളവർക്ക് ഈ കാഴ്ചകൾ കാണാതിരിക്കാനും വാക്കുകൾ കേൾക്കാതിരിക്കാനുമാവില്ല. ഇരുളും വെളിച്ചവും തിരിച്ചറിയാനാവാത്ത ഈ പിഞ്ചു ബാല്യങ്ങൾ പക്ഷേ അകക്കാഴ്ചയുള്ളവരാണ്. പ്രകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് നിരാശയില്ല. കുടുംബത്തിൽ ഒരു കാഴ്ചയില്ലാത്ത കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ചില രക്ഷിതാക്കൾ അതിനെ ഒരു ഉപേക്ഷയായിട്ടാണ് കാണുന്നത്. അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞുണ്ടായി പോയി, ഇനി അവനെക്കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല, ഒരു ഉപകാരം ലഭിക്കില്ല ഭാവിയിൽ എന്നുള്ളതിലേക്ക് അവനെ പുച്ഛിച്ചിട്ട് സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഒഴിച്ചു നിർത്തുന്ന ഒരു പ്രവണത മാതാപിതാക്കൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പുറത്തിറക്കൂല, എവിടെയെങ്കിലും വീണ് പോവും, എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കാലമുള്ളത് വരെ ഞാൻ അവരെ നോക്കിക്കൊള്ളും, വേറെ എവിടേക്കും പറഞ്ഞയക്കൂല, ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കഴിവുകൾ വികസിക്കാതെ മുരടിച്ച് പോവുകയാണ്. അതുപോലെ മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവരുടെ കാഴ്ചയുള്ള കുട്ടികളെ പോലെ തന്നെ കണക്കിലെടുത്തിട്ട് അവരെ വളർത്തുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബ്ലൈൻഡ് സ്കൂളിൽ എത്തുമ്പോൾ ഡെയിലി ലിവിങ് സ്പീഡിലൊന്നും യാതൊരു വ്യത്യാസം വരുന്നില്ല, നോർമൽ കുട്ടികളെ പോലെ തന്നെ ഇരിക്കും. ഈ കുട്ടികളെ നമ്മൾ ആദ്യം ബ്രെയിൽ ഒക്കെ പഠിപ്പിച്ച് അവരുടെ ബ്രെയിൽ എഴുത്ത് വായന പഠിപ്പിക്കുന്നു. പിന്നെ നമ്മൾ സാധാരണ 1ാം ക്ലാസ് മുതൽ കാഴ്ച ഉള്ള കുട്ടികൾ സ്കൂളിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ മദ്രസയിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് അതേ കാര്യങ്ങൾ സിലബസിലൊന്നും ഒരു മാറ്റവും ഇല്ലാതെ ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ ഒരു 7ാം ക്ലാസ് വരെ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ നിർത്തി പഠിപ്പിക്കുക എന്നുള്ള സിസ്റ്റമാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. അതിനുശേഷം ബാക്കിയുള്ള പഠനം ഹൈസ്കൂൾ തലം മുതൽ ബാക്കിയുള്ള എല്ലാ പഠനവും നോർമൽ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ടാണ് കാഴ്ചയില്ലാത്തവർ പഠിക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ് സ്കൂളിൻ്റെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നോർമൽ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാൻ സമൂഹത്തായിട്ട് ഇടപഴകാനുള്ള ഒരു ലെവലിലേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ്. പഠിച്ചിട്ട് വളരെ ഉന്നത ലെവലിലെത്തിയ ഒരുപാട് ധാരാളം അന്ധരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ DPIയിൽ തന്നെ DD ആയിട്ട് ജോലി ചെയ്യുന്നൊരു അന്ധനുണ്ട്. പല സാമൂഹ്യ ക്ഷേമ ഓഫീസുകളിലും വർക്ക് ചെയ്യുന്നവരുണ്ട്. ടീച്ചേഴ്സായിട്ടുള്ളവരുണ്ട്. അത് കോളേജിലും ഹൈസ്കൂളിലും LP സ്കൂളിലും UP സ്കൂളിലും അതുപോലെ തന്നെ എല്ലാ
ഇതിലും ലെക്ചേഴ്സായിട്ടും പ്രൊഫസേഴ്സായിട്ടും ഒക്കെ ബ്ലൈൻഡ് എന്ന് ഉയർന്നിട്ടുണ്ട്. അതുപോലെ ഉയരാൻ എല്ലാ കുട്ടികൾക്കും കഴിയും. സ്ഥാപനത്തിലെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ കാര്യത്തിൽ നമ്മുടെ നാം മേൽ പറഞ്ഞ രീതിയിലുള്ള കഴിവുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വികസിപ്പിക്കാൻ ഞങ്ങളുടെ ശ്രമം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വളരെയധികം ചാരിതാർത്ഥ്യമുള്ളവരാണ്, ശരിക്കും അഭിമാനം കൊള്ളുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഞങ്ങളിനി കുട്ടികളെ ഈ മത്സര പരീക്ഷകൾക്ക് സജ്ജമാക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കാഴ്ചയുള്ളവരൊക്കെ തന്നെ വളരെയധികം ശോഭിച്ചിരിക്കുന്നൊരു മേഖലയാണ് കമ്പ്യൂട്ടർ മേഖല. ഈ കമ്പ്യൂട്ടറിലും അന്ധന്മാർക്ക് അനേകം സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി കമ്പ്യൂട്ടർ സ്റ്റഡിയും കൂടി നമ്മുടെ സ്ഥാപനത്തിൽ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കമ്പ്യൂട്ടർ സാക്ഷരത നമ്മുടെ കുട്ടികൾക്ക് നൽകി അങ്ങനെ സ്ഥാപനത്തിൻ്റെ ഇറങ്ങുന്ന കുട്ടികളെ സമൂഹത്തിന് ആവശ്യമുള്ള, ഈ നാടിനും വീടിനൊക്കെ ആവശ്യമുള്ള ഒരു ഉത്തമ പൗരന്മാരായിട്ട് ഇറക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതുപോലെ തന്നെ ഈ സ്ഥാപനം മറ്റുള്ള സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇപ്പോൾ ബ്ലൈൻഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ പലതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഞങ്ങളും അവരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്രസ പഠനം കൂടി നമ്മളിവിടെ നൽകുന്നുണ്ട്. അത് കേരളത്തിൽ മറ്റൊരു ബ്ലൈൻഡ് സ്കൂളും നൽകുന്നില്ല. അതാണ് ഞങ്ങൾ മറ്റുള്ള ബ്ലൈൻഡ് സ്കൂളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം. കാരണം ഞങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനോ അതിനുള്ളൊന്നും അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി അല്ലെങ്കിൽ കിട്ടുന്നു എന്നറിയുമ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷമുണ്ട്. അതിലൊക്കെ നമ്മൾ പരിപൂർണമായിട്ടും അഭിമാനം കൊള്ളുകയാണ്. ഇരുളടഞ്ഞ കാഴ്ച ചലനങ്ങളെ തോൽപ്പിച്ചെങ്കിലും ഇവരുടെ ചിന്തകളിൽ ഉണർവുണ്ട്. മഅദിൻ അന്ധവിദ്യാലയം ഇവരുടെ ജീവിതത്തിൽ പ്രകാശത്തിന്റെ പുതിയ ജാലകങ്ങൾ തുറന്നിട്ടിരിക്കുന്നു. അതിലൂടെ അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നു, യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴിത്താരകൾ കണ്ടെത്തുന്നു. അളവറ്റ ജിജ്ഞാസയും അതിരില്ലാത്ത ആഗ്രഹവും മനുഷ്യ സഹജമാണ്. പരിമിതികളെ മറികടക്കാനുള്ള അന്വേഷണം പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നു. നാളിതുവരെ നേടിയ അറിവും മനുഷ്യഭാവനയും ഒന്നിച്ചു ചേരുമ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ സംഭവിക്കുന്നു. ഈ പിഞ്ചു ബാല്യങ്ങൾക്ക് കൈത്താങ്ങാകാനും അവരുടെ പകലിരവുകളിൽ കളിച്ചിരികൾ നിറയ്ക്കാനും വേണ്ട എല്ലാ അടിസ്ഥാന സാഹചര്യങ്ങളും മഅദിൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ ചെലവുകളെല്ലാം തീർത്തും സൗജന്യമായി വഹിക്കുന്ന മഅദിൻ ഈ കുട്ടികളിലെ കാഴ്ചയെ മറച്ച ഇരുളിനെ നീക്കാനുള്ള വിദഗ്ധ ചികിത്സയും നൽകി വരുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഏതാനും വിദ്യാർത്ഥികൾ പതുക്കെയാണെങ്കിലും കാഴ്ചശക്തി വീണ്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ പല കുട്ടികൾക്കും നടക്കാൻ വരെ അറിയില്ലായിരുന്നു, എങ്ങനെ ചോറ് കഴിക്കണം എന്നുള്ളത് അറിയില്ലായിരുന്നു, കുളിക്കാൻ അറിയില്ലായിരുന്നു. ഇവരൊക്കെ ആ കാര്യത്തിൽ മിടുക്കന്മാരായി തീർന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നിരങ്ങി നടന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് നടക്കാൻ പോലും അറിയില്ലായിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ ഉഷാറായിട്ട് രണ്ട് കാലുമേൽ തന്നെ ശരിക്ക് നടക്കുന്നതായിട്ട്, യാതൊരു പേടിയും കൂടാതെ നടക്കുന്നതായിട്ട് കാണുമ്പോഴേ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, അഭിമാനമുണ്ട്. ഒരു കണ്ണിലെ വെളിച്ചം തിരിച്ചു വരുമ്പോൾ ഒപ്പം അനേകം ജീവിതങ്ങളാണ് വീണ്ടെടുക്കപ്പെടുന്നത്. ദൈന്യ ജീവിതങ്ങളുടെ വീണ്ടെടുപ്പിനുള്ള സംരംഭങ്ങളോട് സഹകരിക്കുവാനുള്ള സുമനസ്സുകളെയാണ് മഅദിൻ തേടുന്നത്. അന്ധർക്കുവേണ്ടി പ്രത്യേകം പഠന പരിശീലന രീതികൾ കണ്ടെത്തി അവ നടപ്പിലാക്കാൻ മഅദിൻ സ്പെഷ്യൽ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. മതധാർമ്മിക പഠനത്തിന് പ്രത്യേക സിലബസ് പ്രകാരമുള്ള ബ്രൈലി പാഠപുസ്തകങ്ങൾ മഅദിൻ തയ്യാറാക്കി കഴിഞ്ഞു. ഈ രംഗത്ത് വളരെ അപൂർവമായതും
കാലം ആവശ്യപ്പെടുന്നതുമായ ദൗത്യമാണ് സ്ഥാപനം നടപ്പിലാക്കിയത്. ബ്ലൈൻഡ് സ്കൂളിലെ അന്തേവാസികളല്ലാത്ത അന്ധർക്കു വേണ്ടി പരിശീലന പരിപാടികളും മാർഗദർശക ക്യാമ്പുകളും മഅദിൻ സംഘടിപ്പിക്കുന്നു. കാഴ്ചശക്തിയില്ലാത്തവരുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഉന്നതമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി അവരുടെ കൂട്ടായ്മയുണ്ടാക്കാനും മഅദിൻ മുൻകൈയെടുത്തു. ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ഓരോ മാസവും 100 കണക്കിന് അന്ധർ മഅദിൻ ക്യാമ്പസിലെത്തുന്നു. ആംഗ്യങ്ങളും അടയാളങ്ങളും അക്ഷരങ്ങളാക്കുന്നവർ. കേൾവിയുടെ ലോകത്തെപ്പറ്റി ഇവർക്കറിയില്ല. ശബ്ദപ്രപഞ്ചം അന്യമായവരുടെ വേദനകളും യാതനകളും ഇവരിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം. ബദിര വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ക്യാമ്പസിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. ഭക്ഷണവും വസ്ത്രവും താമസവുമെല്ലാം ഇവർക്ക് സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു. ബദിരതയെ തോൽപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ആംഗ്യങ്ങൾക്കും താളങ്ങൾക്കുമപ്പുറം ശബ്ദവീചികളുടെയും വാക്കുകളുടെയും യാഥാർത്ഥ്യത്തിലേക്ക് ഈ പിഞ്ചുകുഞ്ഞുങ്ങൾ ആനയിക്കപ്പെടുകയാണ്. ഈ ജീവിതങ്ങൾക്ക് കരുത്തും കാമ്പുമായി നിൽക്കുന്നത് മഅദിൻ നൽകുന്ന കാരുണ്യത്തിന്റെ കൈനീട്ടമാണ്. വൈകല്യങ്ങളെ തോൽപ്പിക്കാൻ പോന്ന ഓജസ്സുണ്ട് ഈ ബാല്യങ്ങളിൽ. അവയെ കണ്ടെത്തുകയും പരിപോഷിപ്പിക്കുകയുമാണ് മഅദിൻ ചെയ്യുന്നത്. മനസ്സിനെ തളർത്തിയില്ലെങ്കിൽ ശാരീരിക വൈകല്യത്തെയും കരുത്താക്കിയെടുക്കാം. എന്നാൽ മാനസിക വൈകല്യം ബാധിച്ചവരുടെ ജീവിതങ്ങൾക്ക് പകരം വയ്ക്കാൻ എന്താണുള്ളത്? ചുറ്റുമുള്ളവരുടെ അനുഭാവപൂർണമായ പരിചരണവും പരിഗണനയും മാത്രമേ ഇവരെ മനുഷ്യരായി നിലനിർത്തൂ. ബുദ്ധിമാന്ദ്യമുള്ളവരുടെ കഷ്ടപ്പാടുകളും യാതനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്കു വേണ്ടിയുള്ള പ്രത്യേക പരിചരണ കേന്ദ്രം മഅദിൻ ആരംഭിച്ചത്.
മാനസിക വൈകല്യം ബാധിച്ചവരുടെ യാതനകളും വേദനകളും കാണാനും അവരെ പുത്തൻ ജീവിത വഴിയിലേക്ക് ആനയിക്കാനും സ്ഥാപനത്തിന് പദ്ധതികളുണ്ട്. ജീവിതധർമ്മവും ശാരീരിക ഗുണങ്ങളും ഇവിടെ അപ്രസക്തമാവുന്നു. ബോധത്തിനപ്പുറമുള്ള ലോകമാണ് ഇവരുടേത്. ഇവിടെ മനുഷ്യപ്പറ്റിനും കരുണയ്ക്കും മാത്രമാണ് പ്രസക്തി. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രത്തിലെത്തുന്ന 100 കണക്കിന് അപേക്ഷകരെയെല്ലാം ഉൾക്കൊള്ളാനാവുന്നില്ല. പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിലും ഇവർക്കുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവശീലനവും ശിക്ഷണവുമാണിവിടെ പ്രധാനം. തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ മാത്രമേ വൈകല്യത്തിന്റെ ചാപല്യങ്ങൾ മാറ്റിയെടുക്കാനാവുകയുള്ളൂ. ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവുമെല്ലാം മഅദിൻ ഇവർക്കായി ഒരുക്കിയിരിക്കുന്നു. കൈത്തൊഴിലുകൾ പരിശീലിപ്പിച്ചും നിരീക്ഷണ പാടവം വർദ്ധിപ്പിച്ചും ഈ ദൈന്യ ജീവിതങ്ങളെ മഅദിൻ കൈപിടിച്ചുയർത്തുന്നു. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് അടുപ്പിച്ചു നിർത്തുകയാണിവിടെ. സ്നേഹപൂർണമായ പരിചരണവും പരിശീലനവും ഈ കുട്ടികളിൽ ഊർജവും ഉത്സാഹവും നിറയ്ക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ കളിച്ചിരിയും കിനാക്കളും നിറയുന്നു. മനുഷ്യത്വവും മനുഷ്യപ്പറ്റും ചേർത്ത് നിർത്തിക്കൊണ്ട് മഅദിൻ ഒരുപാട് ജീവിതങ്ങളെയാണ് കണ്ണീർ കയത്തിൽ നിന്നും കരകയറ്റുന്നത്. ഇത്തരത്തിലുള്ള ഒരു പിഞ്ചുകുട്ടിക്കെങ്കിലും കൈത്താങ്ങാകാൻ ഭാഗ്യം സിദ്ധിച്ചവർ ധന്യരായി. കരുണയും ധർമ്മവും അടിത്തറയാക്കി വളരുന്ന മഅദിൻ പ്രസ്ഥാനത്തിന് പിന്തുണയേകാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കാലഘട്ടങ്ങളെ പ്രകാശമാനമാക്കിയ വ്യക്തികളും പ്രസ്ഥാനങ്ങളും അവയ്ക്കൊപ്പം നടന്ന വിശ്വാസി കൂട്ടായ്മകളുമാണ് ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ചത്. മഅദിൻ നേതൃത്വം നൽകുന്ന അത്തരമൊരു മുന്നേറ്റത്തിന്റെ ഭാഗമാകാതിരിക്കാൻ സുമനസ്സുള്ളവർക്ക് കഴിയുകയില്ല. വിശദ വിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ബന്ധപ്പെടുക. മഅദിൻ സഖാഫത്തുൽ ഇസ്ലാമിയ, സ്വലാത്ത് നഗർ, മലപ്പുറം.